നമ്മളെ ആശ്രയിച്ച് നോക്കിയിരിക്കുന്ന നമ്മുടെ ഭാര്യ, മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ ഇവരൊക്കെയുണ്ട്. എന്നാൽ ഒരു കൂലിപ്പണിക്കാരൻ്റെ ശരാശരി വരുമാനം നാം കണക്ക് കൂട്ടിയാൽ ഒരു മാസത്തിൽ അവനൊരു 10 ദിവസത്തെ ജോലി കിട്ടുമോ എന്ന്, ചെയ്യുന്നുണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. ഒരു വർഷം നാം കണക്ക് കൂട്ടുമ്പോൾ ഒരു മാസം നാം എത്ര ദിവസം ജോലി ചെയ്യുന്നുണ്ടായെന്ന്. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ തുച്ഛമായി ലഭിക്കുന്ന ആ മൂല്യത്തെ അല്ലെങ്കിൽ ആ വരുമാനത്തെ നമ്മൾ സ്വയമായി കുറച്ചേറെ സ്വന്തമായിട്ട് നമ്മൾ ചിലവഴിക്കും. ബാക്കി ഒരു ചെറിയ ഓഹരിയുമായിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മളെല്ലാവരും അതുകൊണ്ട് വേണം ജീവിക്കുവാൻ. അങ്ങനെ ജീവിക്കുമ്പോൾ ഈ ഭാര്യയ്ക്കും മക്കൾക്കും യഥാർത്ഥമായും ലഭിക്കേണ്ട അവകാശം പരമാവധി അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത് ആരോഗ്യമില്ലാത്ത ഒരു തലമുറ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയാത്ത ഒരു തലമുറ, മാതാപിതാക്കളോട് തന്നെ വിരോധവും വിദ്വേഷവുമുള്ള ഒരു തലമുറ. അങ്ങനെയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ പ്രധാനമായും നാം ജീവിച്ചിരിക്കുന്നതായ കാലഘട്ടത്തിൽ നാം ദുരുപയോഗം ചെയ്യുന്നവരായി മാറാതിരിക്കണം, വളരെ ഉത്തരവാദിത്വമുള്ളവരായിരിക്കണം എന്നാണ് ബൈബിൾ അല്ലെങ്കിൽ തിരുവെഴുത്ത് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്ന പുസ്തകമാണ് ബൈബിൾ തുടങ്ങുന്നത്. ഈ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആദാമിൻ്റെയും ഹവ്വയുടെയും 2 പുത്രന്മാർ ഹാബേലും കായീനും, അവർ 2 പേരും ദൈവത്തിന് യാഗമർപ്പിച്ചു. എന്നാൽ ആ യാഗത്തിൽ ഉണ്ടായ കാര്യങ്ങളെ ചൊല്ലി തർക്കമുണ്ടായപ്പോൾ ജ്യേഷ്ഠൻ അനുജനെ കൊല്ലുവാനിടയായി. അപ്പോൾ ദൈവം വിളിച്ചു ചോദിച്ചു, കായേനെ, നിൻ്റെ സഹോദരനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന് ജ്യേഷ്ഠൻ പറഞ്ഞ മറുപടി, ഞാൻ എൻ്റെ അനുജൻ്റെ സൂക്ഷിപ്പുകാരനാണോ എന്നാണ്. അപ്പോൾ വാസ്തവമായും പ്രിയമുള്ളവരെ, സഹോദരൻ്റെ മേൽ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം എന്നാണ് ദൈവം അവിടെ വിളിച്ചു പറയുന്നത്, ദൈവം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥമായും സഹോദരൻ കൊന്നു. ഇന്നും ആ കൊലപാതകം എത്രയോ വലിയതായി നമ്മുടെ ലോകത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് സംഭവിച്ചതോ ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ട് സഹോദരൻ്റെ മേൽ സഹോദരന് ഉത്തരവാദിത്വം ഇല്ലാതെ പോയി എന്നുള്ള ഇതിൻ്റെ നഗ്നമായ തെളിവാണ് ഇവിടെ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് എന്ന് ചോദിച്ചെന്നാൽ, നിങ്ങൾ പാപപ്രവർത്തികൾ ചെയ്യാതിരിക്കണം. നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ കരിങ്കല്ല് പോലെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ കാഠിന്യത്തോടെയാണ് ഇരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ ദൈവത്തോടുള്ള അനുസരണക്കേടാണ് എന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി തന്നെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ അനുസരണക്കേടിൻ്റെ മക്കളല്ലാതെ നമ്മുടെ ഹൃദയം പാപമോചനം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം വിദ്യാഭ്യാസത്തിനോ നമ്മുടെ കഴിവുകൾക്കോ ഒന്നും നമ്മുടെ പാപത്തെ മോചിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നാം ദൈവത്തിന് നമ്മെ സമർപ്പിക്കുന്നുവെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുവാനായി നമ്മൾ ഇടം കൊടുക്കുന്നുവെങ്കിൽ, തീർച്ചയായും നമ്മളിലുള്ള പാപം ദൈവം കഴുകിക്കളയുകയും നമ്മളൊരു വിശുദ്ധ മനസാക്ഷിയുള്ളവനും സഹോദരനെ തിരിച്ചറിയാവുന്നവനും പരസ്പരം സ്നേഹിക്കുന്നവനും അതുപോലെ ഭാരപ്പെടുന്ന മനുഷ്യരെ ആശ്വസിപ്പിക്കുന്നവനും രോഗികളെ അവരെ എങ്ങനെ നമ്മളെ കൊണ്ട് സഹായിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഏതോ ഒരു വിഷയത്തിൽ അനേകരെ കഷ്ടപ്പെടുന്നുണ്ട്, അവരെയൊക്കെയും നമുക്ക് നമ്മളാലാകാവുന്നത് ചെയ്ത് അവരെ സഹായിക്കുവാനുള്ള നല്ല മനസ്സ് നമുക്കുണ്ടാകണമെങ്കിൽ, മാനവരാശിയുടെ മുഴുവൻ പാപത്തിൻ്റെയും പരിഹാരത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട
യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. പ്രിയമുള്ളവരെ, അപ്രകാരം നമ്മൾ ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ചുരുക്കം പേർ മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ തിരിച്ച് വിളിച്ചു പറയുമ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി മാത്രം മതി. കാരണം ആ ഒരു വ്യക്തിയുടെ ഹൃദയത്തെ ആയിരിക്കും ദൈവം തൊടുന്നതും തുറക്കുന്നതും. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എപ്പോഴും നല്ല സമ്പൂർണതയോടുകൂടിയും പ്രത്യാശയോടു കൂടിയുമുള്ളതും ആയിരിക്കണമെങ്കിൽ നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് നാം മുമ്പോട്ട് നമ്മുടെ ജീവിതം നയിക്കണമെങ്കിൽ ജീവനുള്ള ദൈവം നാം നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു, സ്വീകരിക്കുന്നു എങ്കിൽ ആ ദൈവം ജീവിച്ചിരിക്കുന്നു. ആ ദൈവമായ കർത്താവ് നമ്മളെ സന്തോഷത്തോടെയും പ്രത്യാശയോടു കൂടിയും നമ്മളെ വഴി നടത്തും എന്നുള്ള യാഥാർത്ഥ്യം തിരുവെഴുത്ത് വിളിച്ചു പറയുന്നുണ്ട്. പ്രിയമുള്ളവർ, കാരണം നമ്മുടെ ജീവിതത്തിൽ പലതിൻ്റെയും മുൻപിൽ നാം ഇന്ന് പരാജയപ്പെട്ടവരാണ്. എന്നാൽ ദൈവമോ നമ്മുടെ ഹൃദയത്തിൽ നമ്മളോട് കൂടെ വസിക്കുന്നുവെങ്കിൽ നാം ഈ ലോകത്തെ നാം പരാജയപ്പെടുത്തിക്കൊണ്ട് ഇതുവരെയും നമ്മുടെ കുടുംബത്തെ അന്വേഷിക്കാതെ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുവാൻ മടിച്ച് എല്ലാവരും നശിച്ച് തകർന്നു പോകുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് നാം ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ യേശു പറഞ്ഞു, ഞാൻ വീണ്ടും വരുമെന്ന്. ഈ വീണ്ടും വരവിൻ്റെ സമയം ആസന്നമായിരിക്കുന്നു എന്ന് ലോക സംഭവങ്ങൾ ഇന്ന് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ, പ്രിയമുള്ളവർ, അവൻ നമ്മളെ കൊണ്ടുപോകുവാനാണ് വരുന്നത്, നമ്മളെ ചേർത്ത് കൊണ്ടുപോകുവാനാണ് വരുന്നത്. ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന ഒരു ചുരുങ്ങിയ കാലഘട്ടമാണ് ഒരു മനുഷ്യന് ഭൂമിയിൽ വസിക്കുവാൻ ഉള്ളത്. എന്നാൽ അതാണ് ഏറ്റവും വലിയ കഷ്ടതയും പ്രയാസങ്ങളും രോഗവും ദുഃഖവും എല്ലാം നിറഞ്ഞതാണെങ്കിൽ വരുവാനിരിക്കുന്ന ലോകമോ ദൈവം നമുക്കൊരുക്കിയിരിക്കുന്നതായ സ്വർഗീയ രാജ്യമോ അവിടെ ഇതൊന്നുമില്ല. നിത്യതയിൽ ദൈവത്തോടു കൂടെ അവസാനമില്ലാത്ത വാഴ്ചയാണ് നമുക്കുള്ളത്. ഒന്നുകൂടി പറയട്ടെ, ഇവിടുത്തെ വാഴ്ച ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്നൊരു ചെറിയ കാലഘട്ടം മാത്രമാണ്. അത് കഷ്ടതകൾ കൊണ്ട് മാത്രം നിറഞ്ഞതാണ്. എന്നാൽ വരുവാനിരിക്കുന്ന ലോകമോ അവിടെ കഷ്ടതയോ പ്രയാസമോ ബുദ്ധിമുട്ടോ അവിടെ മരണമോ ഇല്ല. കാരണം മനുഷ്യൻ ഇവിടെ മരിക്കേണ്ടവനല്ല. ദൈവത്തെ അനുസരിക്കാത്ത മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപപ്രവൃത്തി കൊണ്ട് മനുഷ്യന് മരണം കടന്നു വന്നു. അതിനാണ് ബൈബിൾ പറയുന്നത്, ഏകനാൽ മരണം വന്നുവെങ്കിൽ തീർച്ചയായും ഏകനായ ക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തിൽ കൂടി ആ മരണം നീങ്ങിപ്പോയി ഒരു നിത്യജീവനെ നമുക്ക് നൽകിയിരിക്കുന്നു. ആ നിത്യജീവനെ നാം പ്രാപിക്കണമെങ്കിൽ, പ്രിയമുള്ളവർ, ആ നിത്യജീവന് വേണ്ടി സ്വന്തം ജീവൻ കാൽവരിയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിൽ യാഗമായി തീർന്ന ആ യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കേണ്ടതുണ്ട്. യേശു കർത്താവ് വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമം പഠിക്കുമ്പോൾ ഒരു സ്ഥലത്തും എഴുതി വച്ചിട്ടില്ല, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് 2 നില വീട് തരാമെന്നും നിങ്ങൾക്ക് വില കൂടിയ വാഹനങ്ങൾ നൽകാമെന്നും നിങ്ങളുടെ മക്കളെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഉന്നത ജോലിക്ക് അയക്കാമെന്നും യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തു ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്നിൽ വിശ്വസിച്ച് മരിക്കുന്നവനെയും എന്നിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവനെയും ചേർത്ത് കൊണ്ടുപോകുവാൻ ഞാൻ വീണ്ടും വരും. ആ വീണ്ടും വരവിന് നാം ഒരുങ്ങിയിരിക്കണം. നമ്മുടെ ഹൃദയം അതിനായി സമർപ്പിക്കുകയും ചെയ്യണമെന്നാണ് തിരുവെഴുത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആകാശത്തിൻ്റെ താഴെ ഭൂമിയുടെ മുകളിൽ മറ്റ് യാതൊന്നിലും നമുക്ക് രക്ഷയില്ല. നമ്മുടെ രക്ഷ യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ് എന്ന് തിരുവചനം പറയുന്നു. പ്രിയമുള്ളവരെ, ഇത് പരിവർത്തനത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ആത്മാവിൻ്റെ രക്ഷയുടെ കാര്യമാണ് പറയുന്നത്. ആത്മാവിൻ്റെ രക്ഷ നമ്മൾ പ്രാപിച്ചില്ലെങ്കിൽ ഈ ഭൂമിയിലുള്ളത് സകലതും ചിലപ്പോൾ നമുക്ക് നേടുവാൻ കഴിഞ്ഞിരിക്കും. എന്നാൽ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടെന്നാൽ, പ്രിയമുള്ളവരെ, അവസാനമില്ലാത്ത ആ ജീവിതത്തിൽ നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവം തള്ളപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട ജനത്തിൻ്റെ കൂടെ നമ്മുടെ ആത്മാവും പെട്ടുപോകും. അവിടെയെല്ലാം കഷ്ടതയും വലിയ ബുദ്ധിമുട്ടുമാണ്. അതിന് തീച്ചൂളയെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്രകാരം ഒന്ന് പറഞ്ഞ് ഞാൻ ആരെയും ഭയപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ അല്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ ആരായിരുന്നാലും ഈ ലോകത്തിനവരെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല.
അവനെ ഒന്നും കാണിച്ച് ഭയപ്പെടുത്തുവാൻ കഴിയുകയില്ല. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ വിജയങ്ങളെ, അവൻ്റെ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുവാൻ ഈ ലോകത്തിന് കഴിയുകയില്ല. അവന് ദൈവം നൽകിയിരിക്കുന്ന മനുഷ്യനെന്ന ആ നല്ല പേരവന് നിലനിർത്താൻ കഴിയും. അവൻ അഭിമാനമുള്ളവനായിരിക്കും. അവൻ ഈ ലോകത്തിൻ്റെ വെളിച്ചം തന്നെ ആയിരിക്കും. അവൻ ഇരുട്ടിൽ കൂടി നടക്കുന്നവർക്ക് പ്രകാശമെന്ന് പ്രകാശത്തെ കാണിച്ചു കൊടുക്കും. അതിനായി നമ്മുടെ ശേഷ ജീവിതം ഇപ്പോൾ മുതൽ തന്നെ പ്രിയമുള്ളവർ ആരംഭിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവോ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഭാരപ്പെടുന്ന ഓരോ വിഷയത്തിന്മേലും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കട്ടെ.